നമസ്കാരം, ഞാൻ സന്തോഷ് BLR പാലക്കാട്. ഇന്ന് വെന്തുരുകുകയാണ് സുഹൃത്തുക്കളെ. ഇടയ്ക്കിടെ കറണ്ട് പോകുന്നത് കൊണ്ട് ഈ ചൂടത്ത് ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ സോളാറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ പലർക്കും ഒരു സംശയമുണ്ട്, പണം സോളാറിന് മുടക്കുന്നതാണോ ലാഭം, അതോ ആ തുക ബാങ്കിലിട്ട് കിട്ടുന്ന പലിശ കൊണ്ട് കറണ്ട് ബില്ല് അടയ്ക്കുന്നതാണോ ലാഭം? ഇത് എല്ലാവർക്കും ലാഭമാണോ? നമുക്ക് നോക്കാം. 3 തരം സോളാർ കണക്കുകളും ചിലവും. നമ്മുടെ വീട്ടിലെ ലോഡിനനുസരിച്ച് 3 തരത്തിലുള്ള സിസ്റ്റങ്ങൾ നമുക്ക് നോക്കാം. 1. 1000 വാട്ട് സിസ്റ്റം, ലൈറ്റ്, ഫാൻ, TV, ഫ്രിഡ്ജ്. ഇതിന് 1500 വാട്ട്സ് ഇൻവെർട്ടറും 2 ബാറ്ററികളും 3 പാനലുകളും മതി. ഇതിന് ഏകദേശം 60,000 രൂപ മുതൽ 80,000 രൂപ വരെ ചിലവ് വരും. 1 ലക്ഷം രൂപ പോലും ഇതിനു വേണ്ടി വരില്ല. 2. 1500 വാട്ട് സിസ്റ്റം, മിക്സി, ഗ്രൈൻഡർ കൂടി. അല്പം കൂടി പവർ വേണമെങ്കിൽ 2500 വാട്ട്സ് ഇൻവെർട്ടറും കൂടുതൽ പാനലുകളും വേണം. ഇതിന് ഏകദേശം 1.20 ലക്ഷം മുതൽ 1.50 ലക്ഷം രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കണം. 3. 2000 വാട്ട് സിസ്റ്റം, AC കൂടി ഉപയോഗിക്കാൻ. AC കൂടി പ്രവർത്തിപ്പിക്കണമെങ്കിൽ 3500 വാട്ട്സ് ഇൻവെർട്ടറും 4 ബാറ്ററികളും കൂടുതൽ പാനലുകളും വേണം. ഇതിന്റെ ചിലവ് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. ഓർക്കുക, സിസ്റ്റം വലുതാകുമ്പോൾ അതിനനുസരിച്ച് പാനലിന്റെയും ബാറ്ററിയുടെയും എണ്ണം കൂടുന്നതുകൊണ്ട് ചിലവും കൂടും. ഇനി നമുക്ക് ലാഭത്തിന്റെ കാര്യത്തിലേക്ക് വരാം. 1 ലക്ഷം രൂപ സോളാറിന് മുടക്കണോ അതോ ബാങ്കിലിടണോ? നിങ്ങൾ 1 ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ വർഷം 7000 രൂപയോളമാണ് പലിശ കിട്ടുക. അതായത് മാസം ഏകദേശം 580 രൂപ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ 2 മാസത്തെ കറണ്ട് ബില്ല് 800 രൂപയോ 1000 രൂപയോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾ വലിയ തുക മുടക്കി സോളാർ വെക്കുന്നത് ലാഭകരമാകില്ല. അങ്ങനെയുള്ളവർക്ക് ആ തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് ലാഭം. കാരണം ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് സുഖമായി അടയ്ക്കാൻ പറ്റും. സോളാർ വെച്ചാൽ 5 വർഷം കൂടുമ്പോൾ ബാറ്ററി മാറാനുള്ള വലിയൊരു ചിലവ് കൂടി വരുമെന്ന് ഓർക്കണം. എന്നാൽ നിങ്ങളുടെ കറണ്ട് ബില്ല് 2 മാസത്തേക്ക് 2000 രൂപയ്ക്ക് മുകളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സോളാർ തന്നെയാണ് ഏറ്റവും വലിയ ലാഭം. വലിയ ബില്ല് വരുന്നവർക്ക് സബ്സിഡി വഴി സോളാർ വെച്ച് കറണ്ട് KSEBക്ക് നൽകുന്ന ഓൺ ഗ്രിഡ് രീതിയാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങളുടെ ബില്ല് വലിയ രീതിയിൽ കുറയ്ക്കും. എന്നാൽ കറണ്ട് പോകുമ്പോൾ ബാക്കപ്പ് വേണമെങ്കിൽ ബാറ്ററി ഉള്ള സിസ്റ്റം തന്നെ വേണം. ചുരുക്കത്തിൽ, നിങ്ങളുടെ ബില്ല് കുറവാണെങ്കിൽ പണം ബാങ്കിലിടുക, ബില്ല് കൂടുതലാണെങ്കിൽ സോളാർ വയ്ക്കുക. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റ് ചെയ്യൂ. ഞാൻ സന്തോഷ് BLR. നന്ദി, നമസ്കാരം.